വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. നേരത്തെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം വരികയും ആയിരക്കണക്കിന് ഡിവൈസുകളിൽ ഒരു കണക്കനുസരിച്ച് 10,000 ഡിവൈസുകളിൽ അത് ഡൗൺലോഡഡ് ആയിരുന്നു. ഗവൺമെൻറ് വളരെ സക്രിയമായി ഇടപെട്ട് അത് വളരെ പെട്ടെന്ന് ഫ്രീസ് ചെയ്ത് കളഞ്ഞു. അതിൽ നിന്ന് നമ്മുടെ യൂത്തിനെ, നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷിച്ചെടുത്തു. ബ്ലൂ വെയിൽ പോലെ മാരകമായ ഗെയിമുകൾ ഇന്നില്ല എന്നാണോ നാം വിചാരിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചിന്ത ഈ വിഷയത്തിലേക്ക് കടന്നു വരാത്തത്? എന്താണ് അതിൻ്റെ വ്യത്യാസം? ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം വന്നപ്പോൾ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അതിൻ്റെ ഇഫക്റ്റ്, അത് വളരെ നെഗറ്റീവായിട്ട് നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നത് ഫാസ്റ്റായിട്ട് വിസിബിളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വളരെ സ്പീഡായിരുന്നു, അത് വിസിബിളുമായിരുന്നു. കുട്ടികൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ താഴേക്ക് ചാടി മരിക്കുന്നു, അപകടകരമായ രീതിയിൽ താഴേക്ക് ചാടുന്നു, ആത്മഹത്യ ചെയ്യുന്നു, കയ്യും കാലും ഒടിയുന്നു, മുറിയുന്നു, മരണപ്പെടുന്നു. ഇങ്ങനെ പലതും പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടു. അതുകൊണ്ട് എല്ലാവരും വളരെ പെട്ടെന്ന് ഇടപെട്ട് അത് ഇല്ലാതാക്കി കളഞ്ഞു. പക്ഷേ അതിനേക്കാളും മാരകമായ പല ഗെയിമുകളും നമ്മുടെ കുട്ടികൾ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് വരുന്നില്ല? ഫാസ്റ്റ് ആൻഡ് വിസിബിളായിട്ടല്ല അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇഫക്ട്സ് വരുന്നത്. സ്ലോലി ഇറ്റ് ഈസ് കില്ലിങ് അവർ കിഡ്സ്. നമ്മുടെ കുട്ടികളെ വളരെ സ്ലോലി ഇത്തരം എല്ലാ ഗെയിമുകളെ കുറിച്ചല്ല പറയുന്നത്. ചില ഗെയിമുകൾ ഞാൻ സൂചന നൽകും. അത്തരത്തിലുള്ള ചില ഗെയിമുകൾ നമ്മുടെ കുട്ടികളെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഷൂട്ട് ചെയ്തുകൊണ്ടുള്ള സ്ഥിരമായിട്ടുള്ള ഗെയിമുകൾ കളിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളിൽ വയലൻസും പലതരത്തിലുള്ള പ്രോബ്ലംസും സ്ഥിരമായി നാം കണ്ടുവരുന്നു. ഫ്രീ ഫയർ പോലെയുള്ള, പബ്ജി പോലെയുള്ള ആ ടൈപ്പ് ഓഫ് ഗെയിമുകൾ, അത്തരം ഗെയിമുകളുടെ അപകടങ്ങളെക്കുറിച്ച് നേരത്തെ നമ്മുടെ ചാനൽ എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആവർത്തിച്ച് ഇവിടെ പറയുന്നില്ല. അതിൻ്റെ ദോഷ വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആവർത്തിച്ച് ഇവിടെ പറയുന്നില്ല. അത് നേരത്തെ എപ്പിസോഡ് നാം ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അത്തരത്തിലുള്ള ഷൂട്ടിംഗ് ഗെയിമുകളാവട്ടെ, ചവിട്ടി തെറിപ്പിച്ച് ഇടിച്ചു കൊല്ലുന്ന അത്തരത്തിലുള്ള ഗെയിമുകളാവട്ടെ, മറ്റ് വണ്ടികളൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്ന റേസിംഗ് ഗെയിമുകളാവട്ടെ, ഇതെല്ലാം നമ്മുടെ കുട്ടികളിൽ അക്രമവാസനയും ഒരു മനുഷ്യത്വത്തിനെതിരായ പല അവസ്ഥകളും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഗെയിമിന് അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ സ്വഭാവത്തിൽ ബിഹേവിയറൽ ഡിസോർഡർ നമ്മുടെ കുട്ടിക്ക് വരുന്നുണ്ടോ എന്നറിയാനായിട്ട് മനഃശാസ്ത്ര വിധത്തിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, കുട്ടി ഒറ്റയ്ക്കിരിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുക, റൂമിൽ വാതിലടച്ചിരിക്കുക, ഡിവൈസിൽ കൂടുതൽ സമയം ചെലവഴിക്കുക, കല്യാണം, സൽക്കാരങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ ഇവൻറ്റുകളിൽ പങ്കെടുക്കാൻ താല്പര്യം കുറയുക, പെട്ടെന്ന് ദേഷ്യം വരിക, ഉറക്കം കുറയുക, കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉറക്കം കുറഞ്ഞതിൻ്റേതായിട്ടുള്ള അടയാളങ്ങൾ കാണുക, ഏതൊക്കെയോ ഫ്രണ്ട്സുമായി അർദ്ധരാത്രിയിലൊക്കെ ഇരുന്ന് ഓൺലൈനിൽ ഒരുപാട് ഗെയിമുകൾ കളിക്കുക, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ സ്കൂളിൽ, കോളേജിൽ, ജോലിയിൽ അവർ ബാക്കിലേക്ക് പോവുക, സ്ഥലകാലബോധമില്ലാതെ സംസാരിക്കുക, പക്വത കുറയുക, സമൂഹത്തിൽ ഇടപെടാൻ കഴിയാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങൾ ഗെയിമിൽ അഡിക്റ്റഡായി ബിഹേവിയറിൽ മാറ്റം വന്ന, ഡിസോർഡർ വന്ന ആളുകളുടെ ലക്ഷണങ്ങളായിട്ട് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ യൂത്ത് ആയിക്കോട്ടെ, പല ചെറിയ കുട്ടികൾ മാത്രമല്ല, 10, 30, 35, 40 വയസ്സുള്ള യുവാക്കളടക്കം ഇത്തരത്തിൽ സ്ഥലകാലബോധമില്ലാതെ ഗെയിം കളിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. യാത്രകളിലടക്കം ഒരു ബോധം ഉണ്ടാവില്ല. പല യാത്രകളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു ദിവസം തൃശ്ശൂർ ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഗെയിം കളി തൊട്ടപ്പുറത്തിരുന്ന്, അവൻ അറിയുന്നില്ല, അവൻ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നു, അവൻ അറിയുന്നില്ല. അത് ഞാൻ വളരെ സോഫ്റ്റായിട്ട് അവനോട് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവന് ബോധ്യപ്പെട്ടു. ശ്രദ്ധിക്കാമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ യൂത്ത് നിഷ്ക്രിയരാകുന്നു, ജോലിക്ക് പോകാൻ താല്പര്യമില്ല, ലേറ്റായിട്ട് ഉറങ്ങുന്നു, ഇങ്ങനെ കുറേ അപകടങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ പഠനത്തിൽ പിന്നാക്കുമെന്ന്, കരിയർ മൊത്തം ബ്ലാങ്കായി പോകുന്നു. അങ്ങനെ ബ്ലാങ്കായി പോയ പല കുട്ടികൾ കൺസൾട്ടിങ്ങിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലൂ വെയിലിനേക്കാളും മാരകമായ പല ഗെയിമുകളും കുട്ടികൾ കളിക്കുന്നു. അത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും.